എല്ലാവർക്കും നമസ്കാരം. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി, അതായത് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, KSRTCയുടെ ഓർഡിനറി ബസ് സർവീസുകളിൽ ഇന്ന് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുകയാണ്. ഇന്നല്ല, 2026 ജൂൺ 15 മുതൽ എല്ലാ സ്ത്രീകൾക്കും KSRTCയുടെ ഓർഡിനറി ബസ് സർവീസുകളിൽ ഫ്രീ യാത്ര അനുവദനീയമാണ്. ഇത് വളരെ നല്ലൊരു ഭരണപരിഷ്കാരമാണ്, അല്ലെന്നൊരിക്കലും ഞാൻ നല്ലൊരു ഭരണപരിഷ്കാരമാണ്. അതുപോലെ തന്നെ ഇതിൽ പുരുഷന്മാർക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചത് പുരുഷന്മാർ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം പുരുഷന്മാർക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെയൊക്കെ അമ്മമാർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. പിന്നെ ഭാര്യയുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഈ ആനുകൂല്യം ലഭിക്കും. പിന്നെ പെൺമക്കളുണ്ടെങ്കിൽ പെൺമക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. അതുപോലെ തന്നെ ഇനി സഹോദരിമാരുണ്ടെങ്കിൽ സഹോദരിമാർക്കും ആനുകൂല്യം ലഭിക്കും. അപ്പോൾ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തു എന്ന് കരുതി ദുഃഖിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഉള്ളത് പറയുക, എനിക്കിപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്താൽ എനിക്ക് യാതൊരു ദുഃഖമില്ല. കാരണം എൻ്റെ അമ്മയ്ക്കും ഈ സൗജന്യം സ്ത്രീ സൗജന്യ യാത്ര ലഭിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇത് വമ്പൻ ഹിറ്റായ ഒരു പദ്ധതിയാണ്. പക്ഷേ വലിയൊരു ഡ്രോബാക്ക് മറ്റൊന്നുമല്ല, സ്വകാര്യ ബസ് മേഖല അപ്പാടെ അങ്ങ് തകരുകയാണ്. സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സർക്കാരിന് കഴിയണം. അതാണ് സർക്കാരിൻ്റെ കഴിവ്. ഇത്തരം സന്ദർഭത്തിൽ യുക്തിപൂർവമായൊരു തീരുമാനമെടുക്കാൻ സർക്കാരിന് കഴിയണം. സ്വകാര്യ ബസ് മേഖല തകരുക എന്ന് പറയുമ്പോഴേ എത്രയോ കുടുംബങ്ങൾ സ്വകാര്യ ബസ് മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പം അന്നേരം യുക്തിപൂർവമായ തീരുമാനം സർക്കാർ കൈക്കൊള്ളണം എന്ന് കരുതി ഈ പദ്ധതി നിർത്തലാക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. കേട്ടോ, അങ്ങനെ പറഞ്ഞിട്ടുമില്ല, പറയുകയില്ല. കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പോലും ഹർജി തള്ളിയ സ്ഥിതിക്ക് ഇത് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരഭിപ്രായം. പക്ഷേ സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നങ്ങൾ കൂടി സർക്കാർ പരിഹരിച്ചു മുന്നോട്ട് പോകണം. കേട്ടോ, അങ്ങനെ വേണം. ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ സ്വകാര്യ ബസ് മേഖല ആകെ തകർന്നു പോകും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു പക്ഷേ സർക്കാർ സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സ്ത്രീകളുടെ ഈ ഫ്രീ യാത്ര നിർത്തലാക്കി കഴിഞ്ഞാൽ അത് ഭരണത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി വളരെ ബെറ്ററായൊരു പദ്ധതിയാണ്. ഒരിക്കലും നിർത്താൻ ഞാൻ പറയില്ല. പക്ഷേ സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നങ്ങൾ കൂടി സർക്കാർ എന്ത് ചെയ്യണം? യുക്തിപൂർവമായ തീരുമാനങ്ങൾ കൊണ്ട് പരിഹരിക്കണം. സർക്കാർ എപ്പോഴും